Kerala dish is Kerala chips, best chips. I like it chips. Kerala is log is best. ഹലോ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യണത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ. പക്ഷേ എന്താണാവോ ഒക്കെ മറന്നുപോയി. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാവും. ആ വീഡിയോ ഞാൻ അവിടെ പിൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു ട്രെക്കിങ്ങിനത് ആ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഒരു ട്രെക്കിംഗ് ആണ്. ജസ്റ്റ് ട്രെക്കിംഗ് പറഞ്ഞാൽ ഒരു ഹിന്ദി ഫിലിം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. ഗദർ എന്ന് പറഞ്ഞൊരു മൂവി, മറ്റേ സണ്ണി ദിയോള് അങ്ങനെ കുറച്ച് ടീംസൊക്കെ അഭിനയിച്ചൊരു ഫിലിമാണ്. അടുത്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നത് നമ്മൾ. ഇറ്റ്സ് മീ ഷംസു, വെൽക്കം ടു ദ DP. അപ്പോൾ ഇന്ന് വന്നത് നമ്മൾ ജോധ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂസ്. മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ചുള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലത്തെ വൃത്തിയുള്ള മഞ്ഞൊന്നുമില്ല. ആൾക്കാർ കയറിക്കണ്ട ആകെ അരപ്പാക്കിക്കണം മഞ്ഞൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം തന്നെയാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് മാഗിയും ചായയൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇന്ന് കുറച്ച് അഡ്വാൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സ്റ്റൗവൊക്കെ വാങ്ങിച്ചിരിക്കണ്, സ്റ്റൗവ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചായ ഉണ്ടാക്കാൻ പറ്റിയില്ല. ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു. ചായ ഉണ്ടാക്കാൻ അവിടെ നല്ല കാറ്റായിരുന്നു. കാറ്റുകൊണ്ട് തീയൊന്നും ശരിക്ക് കത്തുന്നില്ലായിരുന്നു. അപ്പോൾ എന്താ പ്ലാൻ വെച്ചാൽ മണ്ണെണ്ണ സ്റ്റൗവ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കണ്. പ്രാവശ്യം 2-3 പാത്രങ്ങൾ കൊടുന്നിങ്ങനെ നമ്മൾ ടീം വരുന്നുണ്ട്. അവർ വേറെ വഹിക്കണം വന്നത്. ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം തന്നെയാണ്. സച്ചു, മുസ്താഖ്, ഒരാൾ മാറ്റണ്ടായി. നമുക്ക് ആ മുന്നിൽ കാണുന്ന അവിടെ കണ്ട അങ്ങോട്ട് നമുക്ക് പോകാനുള്ളത്. ഇങ്ങോട്ട് വരണമെങ്കിൽ എങ്ങനെ വെച്ചാൽ ഡൽഹൌസിന്ന് ഒരു 40 കിലോമീറ്റർ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. നല്ല അടിപൊളി വഴിയാണ്. വഴിയൊക്കെ പറഞ്ഞാൽ നല്ല കിടിലൻ വഴിയാണ്. നല്ല എന്താ പറയുക, ചുരങ്ങനെ കയറിപ്പോയി അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. ഫുള്ള് മറ്റേ മരേൻ്റെ സൈഡിലുള്ള റോഡാണ്. റോഡൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ അതൊക്കെ നോക്കണം. വരുന്ന ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഈ മഞ്ഞ് വിതക്കണ മലയുണ്ടല്ലോ, അതാണ് ധോലധാർ മലനിരകൾ. ആ മലൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ അവിടെ കൈലാഷ് പർവ്വതം കാണാൻ പറ്റും. ആ ടവറിൻ്റെ പിറകിലുള്ളതാണ് കൈലാഷ് പർവ്വതം. അതായത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണാം. ഒന്ന് ധോലധാർ മലനിരകളും കാണാം, അതേപോലെ തന്നെ കൈലാഷ് പർവ്വതവും കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ തരുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ പുല്ലൊന്നും ഇല്ലാത്തിട്ട് ഇവിടെ ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഫുള്ള് പൂക്കളും മറ്റേ പല പല കളറുള്ള പൂക്കളേക്കാരം ഇവിടെ ഉണ്ടാവുക. അടിപൊളി സ്ഥലക്കാരം ആ സമയത്ത്. ഇപ്പൊ ഞാൻ തണുപ്പ്, അതായത് മഞ്ഞ് വീണ സമയമല്ലേ, മഞ്ഞ് വീണ സമയത്ത് ഇവിടെ ഇങ്ങനെ കാര്യം കാണാനുണ്ടാവുക. ഇത് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ വയസ്സായവരെയും മറ്റേ രോഗികളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോവുക, അതായത് ഒരു മരത്തിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് കൊണ്ടുപോവുക. നമ്മളൊക്കെ എന്ന് വെച്ചാൽ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വഴി വേണം, റോഡ് വേണം. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലം ഉണ്ടായാൽ മതി വീട് വെക്കാൻ. അങ്ങനൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അതായത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി. അതായത് ഈ വീടൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വീടൊക്കെ വഴിയൊന്നും വേണമെന്നില്ല. അതായത് കാറും ബൈക്കൊന്നും വീട്ടിലേക്ക് വരണമെന്നില്ല. ഒരു വീടായാൽ മതി, രാത്രി കടന്നുറങ്ങാനുള്ള ഒരു വീടായാൽ മതി. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി. എന്നിട്ട് കുറേ ആൾക്കാർ ട്രക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് സ്ഥലം കാണാനൊക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നു ഒക്കെ ഉണ്ട്. സ്റ്റൗവിന് ചെറിയൊരു പ്രശ്നമുണ്ട്.
ചൊവ്വിന്റെ ഫ്രണ്ടത്തെ സാധനം, അതായത് ഹെയർ ടൈറ്റ് ചെയ്യുന്ന സാധനം കേടുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ. റെഡി ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. पहले चाय और बिस्किट होगा. मुस्ताक कुकिंग करेगा भाई. कोई भी हो अच्छा बनना चाहिए. और अच्छा बनाता है. अभी जब बन जाएगी ना चाय, उसके बाद मैगी चढ़ा के फिर फोटो शूट होगा. എല്ലാ സാധനവും ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഗ്ലാസ് കൊടുക്കുന്നതാണ്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാര, മറ്റേ यहाँ पे लोग बड़ी अच्छी अच्छी ऐसे ऐसे आते हैं. അരിപ്പ, അരിപ്പ, ചായ അരിക്കാനുള്ള അരിപ്പ. सर कचरा पड़ रहा है, टक्कर है इसका. ये लो, कुछ भी नहीं है मेरे पास. प्लेट तो है, प्लेट निकाल. हाँ प्लेट है ना, प्लेट कटे आ रहा है. ചായ ഇവിടെ റെഡി. സച്ചു ചായ പോരാ, നല്ല അതിരക്ക് നല്ല ഇഞ്ചി കെട്ട ചായ, നല്ല കിടലൻ ചായ സച്ചു. സച്ചു കുടിച്ചിട്ടില്ല, അതിന് മുന്നേ കിടലൻ ചായ സച്ചു നമുക്ക് കുടിച്ചു നോക്കാം. आ जाओ सारे, आ जाओ. सर तेरी बिस्किट वगैरह कहाँ? बिस्किट निकालो इस प्लेट में. चाय बहुत मिस कर रहा हूँ मैं. ചായ കുടിച്ചോണ്ടിരിക്കാണ്. അപ്പോൾ അടുത്ത പരിപാടിയാണ് മാഗി ഉണ്ടാക്കുന്ന പരിപാടി. നമ്മളെ മെയിനാണ് മാഗി. നമ്മളെ എല്ലാ പരിപാടിക്കും മാഗി ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ നിന്ന് സാറ് ചിപ്സ് കൊടുക്കുന്നത്, അതും ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലാണ്, ഇതിലാണ് സ്റ്റാർട്ടറായിട്ടാണ്. പിന്നെ അടുത്ത നമ്മൾ മാഗിക്ക് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ സച്ച് ഇവിടെ തക്കാളിയും പിന്നെ ഉള്ളിലേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയിരുന്നു. സച്ചു ഉള്ളി അരിഞ്ഞു കൊടുക്കണം. ഉള്ളിയും തക്കാളിയും അരിഞ്ഞു വെച്ചു. ഉള്ളി അരിയാണ്. മാഗി ഉണ്ടാക്കാനുള്ള പരിപാടി രാജേഷിനോട് നടക്കുന്നുണ്ട്. വെള്ളം തിളപ്പിക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വെള്ളം കുടിക്കാൻ പോയി എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഒരു വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരും. വെളുപ്പത്തിന് കുറച്ച് बस करो यार, बस करो भाई. बहुत है. बस करो यार. നമ്മളെ അടുത്ത പരിപാടി എന്താ വെച്ചാല് ഈ അണ്ടാഭുജി ഉണ്ടാക്കും, അതായത് മുട്ടഭുജി ഉണ്ടാക്കുന്നതാണ്. അതായത് നമുക്ക് മാഗിയിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടാഭുജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സച്ചു അണ്ടാഭുജി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. Kerala dish is Kerala chips. Best is chips. I like it chips. Kerala is known as best. അങ്ങനെ നമ്മളെ മാഗി റെഡി ആക്കണേ. മാഗി റെഡി ആയിട്ട് സച്ചുത റെഡി ആക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, डाल दो उसमें डाल दो. ला लो 60 रुपए की अंडा पैकेट 100 रुपए. സച്ചു വരെ നമുക്ക് ഇത് വിൽക്കാൻ വെക്കില്ല എന്ന് ചോദിക്കുന്നത്. സച്ചു 100 രൂപ ഒരു ഇതിന്. ഒരു ട്രാവലർ അങ്ങനെ ചെയ്തില്ലായിരുന്നോ മാഗി? ഒരു മലയാളി ട്രാവലർ ഞാൻ കണ്ടിരുന്നു. അയാള് അവിടെ മാഗി കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞത്. മറ്റേ ഇവിടെ എന്താ സ്ഥലത്തിന് ജമ്മുവിൽ ബൈക്കേറ്റ് പോയിക്കണ്ട് അവിടെ മാഗി കച്ചവടം തുടങ്ങി. അതുപോലെ സച്ചു വരെ നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നത്. സച്ചു സംഭവം തെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. अच्छा टेस्ट है. इसको निकालो, आ जाओ. बंदे खाने में बच्चे वाली ये भी ले रखो. അപ്പോ ഞങ്ങള് ട്രെക്കിങ് കഴിഞ്ഞു. ടീംസ് ഇതാ പിറകിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കാണ്. എന്താ പറയാ, നല്ല കാറ്റുണ്ട്. തൊപ്പി കെടുത്ത് വെച്ചു.
പിന്നെ അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.